പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ലെബനനിൽ ഇസ്രായേലിന്റെ സൈനിക നീക്കം തുടരുന്നു. ഷേഖം ദ്വീപിലെ ഇറാൻ സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയ അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ആണവ ചർച്ചകൾ നടക്കുന്നില്ല എന്ന് ഇറാനും പറയുന്നു. അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ആണവ ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ അറിയിച്ചു. സൈനിക നീക്കങ്ങളെ തുടർന്ന് സംഘർഷം രൂക്ഷമായതിനാൽ ഈ വിഷയത്തിൽ ഇടപെടൽ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് ഇറാൻ വ്യക്തമാക്കി. ലെബനനിൽ ഇസ്രായേലിന്റെ സൈനിക നീക്കം തുടരുകയാണ്. കേഷും ദ്വീപിലെ ഇറാൻ സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി. എന്നാൽ ഇറാൻ ആക്രമണത്തിൽ 20 US താവളങ്ങൾക്ക് കനത്ത നാശമുണ്ടായി. കോടികളുടെ ആയുധങ്ങൾ തകർക്കപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന കരാറിന്റെ കരടിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഭേദഗതികൾ നിർദ്ദേശിച്ചതായും സൂചനയുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും ഇറാന്റെ പക്കലുള്ള ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ട്രംപ് പുതിയ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട യുദ്ധത്തിനു ശേഷം കഴിഞ്ഞ ഏപ്രിൽ 8-നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നത്. തുടർന്ന് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ സമാധാന ചർച്ചകൾ നടത്തുന്നത്. നിലവിൽ കരാർ പ്രകാരം 60 ദിവസത്തെ വെടിനിർത്തൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കൽ, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ ആരംഭിക്കൽ എന്നിവയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അതേസമയം തങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടാതെ കരാറിന് അംഗീകാരം നൽകില്ലെന്ന് ഇറാന്റെ ചീഫ് നെഗോഷിയേറ്റർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ യുദ്ധ വിരാമ കരാർ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കെ ലെബനിലേക്കുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കം പരസ്പര ധാരണകളെ ദുർബലപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.